നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. റിയാദ്. സൗദിയിൽ പുറം പണിക്കാർക്കുള്ള വേനൽക്കാല ഉച്ചവെയിൽ വിശ്രമം അവസാനിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു. പകൽ 12 മുതൽ 3 വരെയുള്ള സമയത്ത് വെയിലത്ത് പണിയെടുക്കുന്നത് നിരോധിച്ചത് ജൂൺ 15 ആരംഭിച്ച് സെപ്റ്റംബർ 15 വരെയുള്ള 3 മാസത്തെ കാലയളവ് അവസാനിച്ചതായി പ്രഖ്യാപിച്ചു. സ്വകാര്യ പൊതുമേഖലകളിലെ വെയിലത്ത് പുറത്ത് പണിയെടുക്കുന്നതിനുള്ള നിരോധനം പാലിക്കുന്നത് 94% എത്തി. റിയാദ്. ലൈസൻസ് ഇല്ലാത്ത നിയമവിരുദ്ധ ടാക്സി സർവീസുമായി യാത്രക്കാരെ സമീപിക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി സൗദി ജനറൽ ട്രാൻസ്പോർട്ട് വകുപ്പ്. യാത്രക്കാരെ പുറത്തേക്ക് വിളിക്കുകയോ ലൈസൻസ് ഇല്ലാത്ത ഗതാഗതത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് പുതിയ റോഡ് ഗതാഗത നിയമപ്രകാരം നിയമലംഘനമാണ്. 20,000 സൗദി റിയാൽ വരെ പിഴയും 60 ദിവസം വരെ വാഹനം കണ്ടുകെട്ടലും ശിക്ഷയായി ലഭിക്കും. കൂടാതെ വാഹനം പൊതുലേലത്തിൽ വിൽക്കുന്നതിനും ഇത് കാരണമായേക്കാം. റിയാദ് മെട്രോയിലും പബ്ലിക് ബസ്സുകളിലും മുതിർന്ന പ്രവാസികൾക്ക് ഇനി മുതൽ പകുതി പണം നൽകിയാൽ മതി. സൗദിയിലെ മുതിർന്ന പൗരന്മാർക്കുള്ള 50% ടിക്കറ്റ് ഇളവ് മുതിർന്ന പ്രവാസികൾക്കും ലഭിക്കുമെന്ന് റിയാദ് പബ്ലിക് ട്രാൻസ്പോർട്ട് അറിയിച്ചു. പ്രവാസികൾക്ക് ടിക്കറ്റ് കൗണ്ടറുകളിൽ താമസരേഖ സമർപ്പിച്ചാൽ ഇളവ് ലഭിക്കും. സ്വദേശികൾ ദേശീയ ID കാർഡാണ് ടിക്കറ്റ് നിരക്കിളവിന് സമർപ്പിക്കേണ്ടത്. ഈ അധ്യയന വർഷാദ്യം മുതൽ റിയാദ് മെട്രോയിലും പബ്ലിക് ബസ് സർവീസുകളിലും 6 വയസ്സ് മുതൽ പ്രായമുള്ള മുഴുവൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കും 50% ടിക്കറ്റ് നിരക്കിൽ ഇളവുണ്ട്. ദുബായ്. റെക്കോർഡ് വിലയിലേക്ക് കുതിച്ചുയരുന്ന സ്വർണത്തിന് ആഭരണ വിപണിയിൽ ആവശ്യക്കാർ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളെ പിടിച്ചു നിർത്താൻ ദുബായിലെയും UAEയിലെയും സ്വർണ്ണ വ്യാപാരികൾ ലാഭവിഹിതം കുറയ്ക്കുന്നതായി റിപ്പോർട്ട്. കൂടാതെ പണിക്കൂലിയിലും ഇളവുകൾ നൽകുന്നു. സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ എത്തിയിട്ടും വാങ്ങുന്നവർക്ക് അധിക ബാധ്യത വരാതിരിക്കാനാണ് ഈ നടപടികൾ. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.